നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ നോക്കി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും 30 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ മന്ത്രിയായി നിയമിതനായത് സജി ചെറിയാൻ. ഇന്ത്യയിൽ ആദ്യമായി വിൻറ്റേജ് വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഒഡീഷ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസിൻ്റെ പേരെന്ത്? ഉത്തരം ഗംഗാവിലാസ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ അവാർഡ് നേടിയതാരാണ്? ഉത്തരം ഗോകുലം ഗോപാലൻ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി മൊബൈൽ IVF യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം അമ്രേലി, ഗുജറാത്ത്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം കേരളം. തേനീച്ചകൾക്കായി വാക്സിൻ പുറത്തിറക്കിയ ആദ്യ രാജ്യമേതാണ്? ഉത്തരം USA. 2023 ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരം ബീഹാർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ഏതാണ്? ഉത്തരം തൃശൂർ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആര്? ഉത്തരം അവനി ചതുർവേദി. ജപ്പാനിലെ ഹാക്കുരി എയർബേസിൽ വെച്ച് നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമാഭ്യാസത്തിൻ്റെ പേരെന്ത്? ഉത്തരം വീർ ഗാർഡിയൻ 2023. 2023 17ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഇൻഡോർ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ വാട്ടർ സ്ട്രീറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം മറവൻ തുരുത്ത്. 2023 ആസ്ട്രോ ടൂറിസം പദ്ധതിക്ക് തുടക്കമായതെവിടെ? ഉത്തരം ന്യൂഡൽഹി. 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം M. മുകുന്ദൻ. കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. ഇന്ത്യയിലെ ആദ്യ കൽക്കരി ഗ്യാസിഫിക്കേഷൻ വളം പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം താൽച്ചർ. 80ാമത് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഗാനമാണ് നാട്ടു നാട്ടു. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം പ്രിൻസ് ഹാരി. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി ഈയിടെ നിയമിതനായത് ആരാണ്? ഉത്തരം അജിത് അഗാർക്കർ. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ നഗരമേത്? ഉത്തരം അഹമ്മദാബാദ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MB രാജേഷ്. 2023 ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് വാർത്തകളിൽ ഇടം പിടിച്ച ഉത്തരാഖണ്ഡിലെ പ്രദേശത്തിൻ്റെ പേരെന്ത്? ഉത്തരം ജോഷിമഠ്. 2024 27ാമത് ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം നാസിക്ക്. 26ാമത് ദേശീയ യുവജനോത്സവം 2023 വേദി കർണാടകയിലെ ഹുബ്ബള്ളി. ഹംസോങ് 17 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഈയിടെ പരീക്ഷിച്ച രാജ്യമേതാണ്? ഉത്തരം ഉത്തര കൊറിയ. DRDO വികസിപ്പിച്ച ടാങ്ക് വേദ ഗൈഡഡ് മിസൈലിൻ്റെ പേരെന്ത്? ഉത്തരം ഹെലിന. ഈയിടെ അന്തരിച്ച കാശ്മീരിലെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം റഹ്മാൻ റാഹി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം അമർത്യ സെൻ. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്?
ഉത്തരം 83. 2023 ഇന്ത്യയുടെ സ്ഥാനം 85 ആയിരുന്നു. 2023 ഒന്നാം സ്ഥാനത്ത് എത്തിയത് ജപ്പാനായിരുന്നു. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത്രയും ചോദ്യങ്ങൾ കുറച്ച് നോക്കുന്നതിൻ്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ കഴിവതും ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ PSC പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെയൊക്കെ റിവിഷനും ഇച്ചിരിയും കൂടി വിപുലമായ ക്ലാസ്സുകളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് ടോപ്പിക് വൈസ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്ന ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.